സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള പ്രവീൺ നാരായണൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK സിനിമയുടെ റിവ്യൂ അല്ല പറയാൻ പോണത്. റിവ്യൂ ഒക്കെ സിനിമ റിലീസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് സിനിമ ഇഷ്ടപ്പെട്ടു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ സിനിമ എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്, ആ പാഠങ്ങൾ എന്തൊക്കെയാ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പലതും ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സിനിമ കണ്ട് ഫസ്റ്റ് ഡേ റിവ്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കുറേ അധികം പരിമിതികളുണ്ട്, എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. അധികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ പലതിങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാനേ പറ്റുള്ളൂ. ഇനിയിപ്പോ സിനിമ OTT-ലൊക്കെ വന്നിട്ട് എല്ലാവരും കണ്ടിട്ട് അതിന് ശേഷം വേണം സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം പറയാൻ പോണ കാര്യം അതൊന്നുമല്ല. ഞാൻ അന്ന് പോസിറ്റീവ് റിവ്യൂ കൊടുത്തിരുന്നു. കുറേ അധികം ആളുകൾ നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു, വായിച്ചിരുന്നു. അപ്പൊ എന്നോടും പലരും ചോദിച്ചു എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു, ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണല്ലോ പറയുന്നത്, നിനക്ക് മാത്രം എങ്ങനെ പോസിറ്റീവ് ആയെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇഷ്ടമായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. പക്ഷേ നെഗറ്റീവ് റിവ്യൂ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഈ സിനിമ ഇറങ്ങിയിട്ട് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതുവരേക്കും ആ സിനിമ ഏത് തരം പ്രേക്ഷകരിലേക്കാണോ കൃത്യമായിട്ട് എത്തേണ്ടിയിരുന്നത് ആ തരം പ്രേക്ഷകരിലേക്ക് ഇതുവരേക്കും സിനിമ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ലാലേട്ടന്റെ ബറോ സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അത് കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ അതിനെ ഏറ്റവും അധികമായിട്ട് വിമർശിച്ചത് വലിയ മുതിർന്ന 10, 35, 40 വയസ്സിനോട് അടുത്തുള്ള ആളുകളൊക്കെ ആയിരുന്നു ഏറ്റവും അധികമായിട്ട് വിമർശിച്ചത്. ആക്ച്വലി കുട്ടികളുടെ സിനിമ കുട്ടികൾ കണ്ട് ആസ്വദിക്കേണ്ട കാര്യമായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ബാറോസ് കാണാൻ പോകുന്ന സമയത്ത് എന്റെ അടുത്ത് ചെറിയ മക്കളായിരിക്കുന്നത്. അപ്പൊ അവരത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഞാനത് കണ്ടു, ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല. അത് കുട്ടികൾക്കുള്ള സിനിമയാണ്, കുട്ടികളാണ് പറയേണ്ടത്. അതേപോലെ തന്നെയാണ് ഈ സിനിമയുടെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ നോക്കുന്ന സമയത്ത് ഇത് സ്ത്രീപക്ഷമായിട്ടുള്ള സിനിമയാണ്. സ്ത്രീകൾ കണ്ടിരിക്കേണ്ട, സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ തന്നെയാണ് ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയേണ്ടതും. അപ്പൊ അത് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് പറയുമ്പോൾ ഒരുപാട് പരിമിതികൾ അവിടെ വരും. ഇപ്പൊ JSKയുടെ കാര്യത്തിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു സിനിമ കൊണ്ടുവന്നു, അത് കാണാൻ സ്ത്രീകളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. നെഗറ്റീവ് റിവ്യൂ ഒക്കെ അതിന് കാരണമായിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല ഈ സിനിമ സ്ത്രീകളോട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു സ്ത്രീ ആയത് കാരണം എനിക്ക് കൃത്യമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഈ സിനിമ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരുന്നു. ഈ രാജ്യത്ത് ജീവിച്ച് ഇത്രയും വർഷം ജീവിച്ചിട്ട് പോലും ഈ രാജ്യത്ത് എനിക്ക് ഭരണഘടന ഉറപ്പാക്കുന്ന ചില അവകാശങ്ങളുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് എവിടുന്ന് അറിവ് കിട്ടിയിട്ടില്ല, സിനിമ കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഓരോ സ്ത്രീയുടെ കാര്യം ഇങ്ങനെ തന്നെയായിരിക്കും. ഞാൻ നോക്കിയ സമയത്ത് യൂട്യൂബിനകത്ത് മറ്റൊരു സ്ത്രീ, മെറീന എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ മാത്രമാണ് കാര്യമായിട്ട് ഇതേ വിഷയത്തെ കുറിച്ച് ഗൗരവത്തോടു കൂടി സംസാരിച്ച് ഞാൻ കണ്ടത്. JSK സിനിമ സ്ത്രീകൾ കാണേണ്ട സിനിമയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കറിയാം അതിന്റെ പ്രാധാന്യം എന്താണെന്ന്. അപ്പൊ ഈ സിനിമ നെഗറ്റീവ് റിവ്യൂ കാരണമൊക്കെ ആയിരിക്കാം കൃത്യമായിട്ട് സ്ത്രീകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പുരുഷന്മാര് സ്ത്രീകളുടെ ലൈഫ് കാണുമ്പം അവർ സിനിമയ്ക്കകത്ത് കാണുന്ന സമയത്ത് പോലും പുരുഷന്മാർ അതിനെ റീഡ് ചെയ്യുന്ന രീതി വേറെ വേറെ തലത്തിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, ആ സ്ത്രീക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും പുരുഷന്മാർക്ക് കൃത്യമായിട്ടുള്ള ധാരണ പലപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഈ സിനിമ മുൻപോട്ട് വെക്കുന്ന ചില ആശയങ്ങളെ പലരും ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദ്യം ചെയ്യേണ്ടത്. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ആ ചോദ്യം ചോദിക്കേണ്ടി വരില്ല. അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്കകത്തും എനിക്ക് പ്രധാനമായിട്ടും സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച വന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. പിന്നെ അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സ്ത്രീപക്ഷ സിനിമ കാണാൻ സ്ത്രീകളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ, അത് എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അത് JSKയുടെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഇവിടെ വരുന്ന ഒരുപാട് സിനിമകളുണ്ട് സ്ത്രീപക്ഷമായിട്ടുള്ള, എല്ലാം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാണാൻ സ്ത്രീകളില്ല. ഇപ്പൊ ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ അത് ഒരുപാട് സ്ത്രീകൾ കണ്ടു. അതിന്റെ പ്രധാന കാരണം അത് വന്നിട്ടുള്ളത് OTT-യിലാണ്. ആ OTT മൂവി ആയതുകൊണ്ട് തന്നെ ആ സിനിമ കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. മറിച്ച് ആ സിനിമ തിയേറ്ററിലാണ് വന്നതെങ്കിൽ എത്ര സ്ത്രീകൾ പോയിട്ട് ആ സിനിമ കാണും?
ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയ്ക്കെതിരായിട്ട് ഒരുപാട് പുരുഷന്മാർ സംസാരിച്ചു. ഇവിടുത്തെ സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾ ഏറ്റവും അധികമായിട്ട് സിനിമ കാണാൻ പോകുന്നത് ഒന്നുകിൽ ഭർത്താവിന്റെ കൂടെ, അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ, അല്ലെങ്കിൽ കാമുകന്റെ കൂടെ, അങ്ങനെയാണ് പോണത്. ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്ന സ്ത്രീകൾ വളരെ ചുരുക്കമാണ്. ഇപ്പൊ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ നിരന്തരമായിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരുപാട് കാലം ഞാൻ റിട്ടേൺ സംഭവം ചെയ്തു. ഒരുപാട് കാലമായിട്ട് അതിന്റെ സിനിമയുടെ പുറകെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഓരോ ആഴ്ച സിനിമ കാണാൻ പോകുന്ന സമയത്തും തിയേറ്ററിനകത്ത് വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു സ്ത്രീയൊക്കെ ഒറ്റയ്ക്ക് വരുന്നത് കാണും. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ത്രീകളൊന്നും അങ്ങനെ സിനിമ കാണാൻ ഒറ്റയ്ക്ക് വരുന്ന കാണുന്നില്ല. അപ്പൊ ഈ ഭർത്താവിനെയും അച്ഛനെയും കാമുകനെയും ഒക്കെ ആശ്രയിച്ച് സിനിമ കാണാൻ വരുന്ന സ്ത്രീകൾക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകളൊന്നും കാണാനുള്ള അവസരം പോലും കിട്ടിയെന്ന് വരില്ല. കാരണം അവർ നോ പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലുള്ളൊരു സാഹചര്യമുള്ള നാടിനകത്ത് സ്ത്രീകൾക്ക് വേണ്ടി സിനിമ എടുത്തു കഴിഞ്ഞാലും സ്ത്രീകൾ ഒറ്റയ്ക്ക് പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാനുള്ള ചാൻസ് പോലും ഇല്ല. മറ്റുള്ളവരുടെ മൂഡ് നോക്കി ഒപ്പമുള്ള മനുഷ്യർക്ക് അത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മനു അശോക് സംവിധാനം ചെയ്ത് പാർവതി തിരുവോത്ത് പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള ഉയരെ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഏൽക്കേണ്ടി വരുന്ന അതിക്രമങ്ങളെ കുറിച്ചായിരുന്നു സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു, ഹൗ ഓൾഡ് ആർ യു. ആ സിനിമയ്ക്കകത്തും കൃത്യമായിട്ട് പറയുന്നത് ഒരു സ്ത്രീക്ക് അവരുടെ അതിരുകൾ നിശ്ചയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഓരോ സിനിമകളും സ്ത്രീപക്ഷമായിട്ടുള്ള പല ആശയങ്ങളും പറയുന്നുണ്ട്, പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്തിട്ടുള്ള സാറ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്നത് അവനവനൊരു കുട്ടിയെ താല്പര്യമില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പം ഒരു സ്ത്രീക്ക് ആ കുട്ടിയെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതിനെ പോലെ അവര് ഒരുപാട് എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഓരോ സിനിമയും ഇത്രയും വ്യക്തമായിട്ട് പല ആശയങ്ങളും പറയുന്നുണ്ട്, പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കാണാൻ സ്ത്രീകൾ തയ്യാറാവുന്നില്ല, അവർ തിയേറ്ററിനകത്തേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ അതിനകത്ത് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ പല സ്ത്രീകൾക്കും ഇപ്പോഴും ആ ഒരു പുരുഷാധിപത്യ ലോകത്തിന് കീഴിൽ നിന്നുകൊണ്ട് പുരുഷന്മാര് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുലസ്ത്രീ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോവാൻ പലർക്കും ഇഷ്ടമല്ല. അവർക്ക് ഇപ്പോഴും ആ സങ്കല്പത്തിൽ ഇങ്ങനെ കിടക്കാനാണ് ഇഷ്ടം. സോ അവർ മുൻപോട്ട് വരാൻ തയ്യാറാവില്ല. അവരും ഈ പറയുന്ന സിനിമകൾ കണ്ടാലും അവർക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സിനിമകൾ കാണണ്ടെന്ന് വെക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീപക്ഷ സിനിമ കാണാൻ സ്ത്രീകളും ഇല്ല. സ്ത്രീപക്ഷ സിനിമകളുടെ ആശയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പുരുഷന്മാര് ആ സിനിമകളുടെ ആശയം കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കൂല്ല. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ സിനിമകളൊന്നും സ്ത്രീകളിലേക്ക് എത്തുന്നില്ല. പിന്നെ JSK സിനിമ കണ്ട പലർക്കുള്ള ഒരു സംശയമാണ്, റേപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം, ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം സർക്കാരിന് ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന്. അതുപോലെ തന്നെ ബലാത്സംഗം മൂലം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം, ആ കുട്ടിയുടെ ഉത്തരവാദിത്തം സർക്കാരിന് ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ മുൻനിർത്തിയുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്ത്രീക്ക് ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു ക്രൈം ആയതുകൊണ്ട് തന്നെ സ്ത്രീക്ക് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായിട്ടും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഉത്തരം കൊടുക്കണം. ആ ഒരു നിയമ സംവിധാനം അവളുടെ കൂടെ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കണം. നിയമത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾക്ക് സർക്കാരിനെതിരെയോ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഏജൻസികൾക്കൊക്കെ എതിരായിട്ട് കേസ് കൊടുക്കാനുള്ള ഒരു നിയമം ഇവിടെ ഉണ്ട്. അത് പലർക്കുള്ള സംശയമാണ്. അപ്പൊ JSK സിനിമ ഞാൻ പറയുന്നത് പോലെ എത്തേണ്ട പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തട്ടെ, അതാണ് ഏറ്റവും നല്ല കാര്യം. അത് സ്ത്രീകൾ തന്നെ കണ്ടിട്ട് സ്ത്രീകൾ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് അവനവന്റെ അവകാശത്തെ കുറിച്ച് സ്ത്രീകൾക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയെ മാറ്റണം. അതുകൊണ്ടാണ് JSK എന്ന് പറയുന്ന സിനിമ ഓരോ സ്ത്രീയും കാണേണ്ട സിനിമയാണെന്നും ഞാൻ പറയുന്നത്. ഇത്ര വർഷമായിട്ട് ഇവിടെ ജീവിച്ചിട്ട് പോലും ഒരു സ്ത്രീക്കും കൃത്യമായിട്ട് അറിയില്ല അവനവന്റെ ഗർഭപാത്രത്തിൽ വളരേണ്ട കുട്ടി ആരുടെ കുട്ടിയാണെന്നുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവരുടെ അവകാശത്തെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഈ സിനിമ പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ സിനിമയ്ക്കകത്ത് വേറെയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു റൂമിനകത്ത് ഫോണും കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ എത്രത്തോളം സേഫ് ആണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സിനിമ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ കണ്ട് സ്ത്രീപക്ഷമായിട്ടുള്ള സിനിമകളെ മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് ആദ്യം ഇവിടെ വരേണ്ടത്. സ്ത്രീകൾ സിനിമ പോയി കാണണം, അതിന് തയ്യാറാവണം. ഇപ്പോഴും വീടിനകത്തിരുന്ന് ഇപ്പോഴും മറ്റുള്ള ഭർത്താവിനെയോ അച്ഛനെയോ കാമുകനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാവുന്ന സ്ത്രീകൾ എന്നുള്ള ലോകമൊക്കെ മാറിയിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയ സിനിമകൾ കാണാൻ തയ്യാറാവുന്ന ഒരു കാലൊക്കെ സ്ത്രീകൾക്ക് വരണം എന്നാണ് എനിക്കിപ്പോ JSKയുടെ കാര്യത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോഴൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവനവന്റെ അവകാശങ്ങളെ കുറിച്ച് അറിയുക എന്നുള്ളത് ഒരു മിനിമം ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട മിനിമം അവകാശം തന്നെയാണ്.